അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രാജാതിരാജനായ റബ്ബുൽ അലീമായ അള്ളാഹുവിനോട് നാം ഏവരുടെയും ഈ ലോകത്തെയും പരലോകത്തെയും വിജയത്തിനും സുഖത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി എപ്പോഴും ദുആ ചെയ്യുന്നു. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഖസസിൽ നിന്നുള്ള ചെറിയൊരായത്താണ് ഇന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുന്നത്. വളരെ അത്ഭുതമാണ് ആയത്ത്. വിശ്വാസി സമൂഹത്തിന് വളരെ അനുഗ്രഹീതമാണ് ആ ചെറിയൊരായത്ത്. എത്രത്തോളം എന്ന് വെച്ചാൽ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് മൂസാ നബി. നമുക്ക് ഏവർക്കും അറിയാം, ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൂർ സീനാ പർവ്വതത്തിൽ വെച്ചിട്ട് അള്ളാഹുമായിട്ട് നേരിട്ട് സംസാരിച്ചു. അള്ളാഹുവിനെ കാണാൻ കഴിഞ്ഞില്ല എന്നത് വസ്തുതയാണ്. അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മറ്റൊരാളുടെ മധ്യസ്ഥ ഇല്ലാതെ മൂസാ നബിയോട് സംസാരിച്ചു എന്നതാണ് വസ്തുത. അങ്ങനത്തെ വളരെ പ്രഗത്ഭനായ ഒരു പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു ജീവിതത്തിൽ വലിയ ചരിത്രമാണ്. ജീവിതത്തിൽ ഒരു കിബിത്തിയെ ഒരു അടി നൽകുകയും ആ കിബിത്തി അതിൻ്റെ പേരിൽ മരണപ്പെട്ടു പോവുകയും ചെയ്തു. തുടർന്ന് അവിടെ നിന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മദീനയിലേക്ക് നാടുവിടുകയാണ്. ഒന്നുമില്ല, ശൂന്യമായ കരങ്ങളുമായിട്ട് നാടുവിടുന്നു. ഭക്ഷിക്കാനില്ല, തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല, ഒന്നുമില്ല. വെറും കൈയോടുകൂടി ആ നാട്ടിൽ നിന്നും നാട് വിട്ടോടുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. പ്രിയമുള്ളവരെ, അങ്ങ് മദീനയിലേക്ക് ചെന്നിട്ട് അവിടെ ഒരു വൃക്ഷത്തിൻ്റെ തണലിൽ ഇരുന്നു. വളരെ നിരാശനായി, വിശക്കുന്നു, ദാഹിക്കുന്നു, ആരും സഹായിക്കാനില്ല. പരിചയമില്ലാത്തൊരിടമാണ്, പരിചയമില്ലാത്ത സ്ഥലമാണ്. എന്ത് ചെയ്യും? അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ആ വൃക്ഷത്തിൻ്റെ തണലിലിരുന്ന് റബ്ബിനോടൊരു ദുആ ചെയ്തു. സൂറത്തുൽ ഖസസ്, അതായത് 28-ാമത്തെ സൂറത്താണ് ഖുർആനിലെ. അതിൻ്റെ 24-ാമത്തെ ആയത്തിൽ റബ്ബി ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, അല്ലാഹുവേ, ഈ സാധുവായ എനിക്ക് നീ എന്ത് നന്മ തന്നാലും ഞാൻ അതിന് ആവശ്യക്കാരനാണെന്ന് പറഞ്ഞു. ഒരൊറ്റ ദുആയേ ചെയ്തുള്ളൂ. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരായി? മൂസാ നബിക്ക് അള്ളാഹു എന്തെല്ലാം കൊടുത്തു. അത്ഭുതമാകുന്ന വടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ആ വടി തറയിലിട്ടാൽ പാമ്പായി തീരും. ആ വടി കൊണ്ട് മറ്റ് മൃഗങ്ങൾക്ക് തോല് പറിക്കുവാനും അവർക്ക് ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കുവാനും ഒക്കെ കഴിയും. അത്ഭുത വടിയാണ് കൊടുത്തത്. സുന്ദരിയായ ഭാര്യയെ കൊടുത്തു. അള്ളാഹു തആല ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. അധികാരം കൊടുത്തു, സമ്പത്ത് കൊടുത്തു, എല്ലാം കൊടുത്തു. ഒരൊറ്റ ദുആയാണ് റബ്ബി ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ ആയത്തിലൊന്ന് ഓതി നോക്കൂ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്യുന്നവരാണ്. ദുആ ചെയ്യാൻ കരങ്ങൾ ഉയർത്തി ഹംദും സ്വലാത്തും കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ചെറിയ ആയത്ത് നിങ്ങളൊന്ന് ഓതിയിട്ട് റബ്ബിനോട് ചോദിച്ചു നോക്ക്. അള്ളാഹുവേ, നീ തരുന്ന നന്മകൾക്കൊക്കെയും ഞാൻ ഫഖീറാണ്, ഞാൻ ആവശ്യക്കാരനാണ്. എനിക്ക് നീ എല്ലാ നന്മകളും തരണം. ഞാൻ അറിയുന്നതും അറിയാത്തതുമായ നന്മകൾ എനിക്ക് തരണം. എല്ലാ നന്മകൾക്കും ഖൈറിനും ഞാൻ ആവശ്യക്കാണ്, ഫഖീറാണ്. റബ്ബിനോട് ഈ ഒരു ആയത്ത് അങ്ങോട്ട് പറഞ്ഞിട്ട് മനമൊരുക്കി ദുആ ചെയ്ത് നോക്ക്. തീർച്ചയായിട്ടും നമ്മുടെ സകല പ്രയാസങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കുമൊക്കെയും സഫലമാകാൻ, പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, ആഗ്രഹങ്ങൾ സഫലമാകാൻ ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു ആയത്ത് വളരെ നല്ലതാണ്. മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ദുആ വസിയത്തുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.